ഏറ്റവും പുതിയ സിനിമയായ ആപ് കൈസേ ഹോയുടെ പ്രൊമോഷനെത്തിയ നടൻ ധ്യാൻ ശ്രീനിവാസനോട് കള്ളപ്പണം വെളുപ്പിക്കുവാൻ വേണ്ടിയാണ് ധ്യാൻ ശ്രീനിവാസൻ സിനിമകൾ ചെയ്യുന്നതെന്ന ഒരു വിഭാഗം പ്രേക്ഷകരുടെ കമന്റിനെ കുറിച്ച് ഒരു റിപ്പോർട്ടർ ചോദിച്ചു. അപ്പോഴുള്ള നടന്റെ പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലായി മാറുന്നത്. കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേട്ടന്റെ സിനിമകൾ വരുന്നുണ്ട്. അടുത്തൊരു റീലിൽ ധ്യാൻ ചേട്ടൻ തന്നെ സ്വയം പടക്കം സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. അത് സിനിമയെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നതെന്നും തങ്ങൾ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യുവാൻ നോക്കിയാലും ആ സിനിമ കയറുമോ എന്നും ചോദിച്ചുകൊണ്ടാണ് റിപ്പോർട്ടർ ധ്യാനിനോടുള്ള ചോദ്യം ആരംഭിക്കുന്നത്. അപ്പോൾ ധ്യാനിന്റെ മറുപടിയാണ് പ്രസക്തമാകുന്നത്. നിങ്ങൾ മീഡിയ കാരണം എന്റെ എത്ര സിനിമകൾ ഓടിയെന്ന ചോദ്യമാണ് ധ്യാൻ മുന്നോട്ട് വെച്ചത്. അങ്ങനെ ഓടിയ ഒരു സിനിമയുടെ പേര് പറഞ്ഞു തരാമോ എന്നുള്ള ചോദ്യവും ധ്യാൻ ഈ ഒരു റിപ്പോർട്ടറോട് ചോദിക്കുന്നുണ്ട്. മലയാള സിനിമയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി കണക്കില്ലാതെ ഇറങ്ങുന്ന സിനിമകളാണ്. അതുപോലെ തന്നെ ധ്യാൻ ചേട്ടന്റെ കമന്റ് ബോക്സിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്ന വിശേഷണമാണെന്ന് റിപ്പോർട്ടർ പറഞ്ഞതോടെയാണ് ധ്യാനിന്റെ അതുവരെയുള്ള മറുപടിയുടെ ആ ഒരു സ്വഭാവവും മട്ടുമൊക്കെ അങ്ങ് മാറുന്നത്. കമന്റുകൾ കണ്ടിട്ട് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് നീ എങ്ങനെ പറയുമെന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് റിപ്പോർട്ടർക്ക് ധ്യാൻ മറുപടി നൽകി തുടങ്ങുന്നത്. അതുവരെ ഉണ്ടായിരുന്ന സരസമായ സംഭാഷണമൊക്കെ അങ്ങ് മാറുകയും ചെയ്തു ധ്യാനിന്റെ. താൻ സിനിമകൾ ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള ഒരു മറുപടിയും ധ്യാനിന്റെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല, താനല്ലല്ലോ കള്ളപ്പണം വെളുപ്പിക്കുന്നത്, പിന്നെ പൈസയെല്ലാം വന്നില്ലേ, പിന്നെ എന്താണ് പ്രശ്നമെന്നാണ് ധ്യാൻ ചോദിക്കുന്നത്. സിനിമയുടെ റിലീസിന് മുൻപ് അത് പടക്കമായിരിക്കുമെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് ധ്യാൻ ശ്രീനിവാസൻ തനിക്ക് നേരെ വന്ന ചോദ്യത്തിന് മറുപടിയായി നൽകുന്നത്. നിർമ്മാതാക്കൾക്കും ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവർക്കും ഇല്ലാത്ത എന്ത് വേദനയാണ് നിനക്കുള്ളതെന്നും ആ ഒരു റിപ്പോർട്ടറോട് ധ്യാൻ ചോദിക്കുന്നുണ്ട്. തനിക്ക് ഇഷ്ടമുള്ളതുപോലെയല്ലേ താൻ ജീവിക്കുക, തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തനിക്ക് ചെയ്തുകൂടെയെന്നും ധ്യാൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താൻ എങ്ങനെ ജീവിതത്തെ കാണണമെന്ന് നീയാണോ തനിക്ക് പഠിപ്പിച്ചു തരേണ്ടതെന്നുള്ള ഒരു ചോദ്യം കൂടി മുന്നോട്ട് വെക്കുകയാണ് ആ ഒരു റിപ്പോർട്ടറോട് ധ്യാൻ ശ്രീനിവാസൻ. താൻ ജീവിതത്തെയും സിനിമയെയും എങ്ങനെ കാണണമെന്ന് നീ തനിക്ക് പഠിപ്പിച്ചു തരണോ? നീ നിന്റെ ജോലിയെ സീരിയസ് ആയി കാണുന്നത് പോലെ അതേ സീരിയസ്നെസ്സിലാണ് താൻ തന്റെ ജോലി ചെയ്യുന്നത്. താൻ സീരിയസ് ആവണോ എന്താവണമെന്ന് നീ തനിക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. നീ ചോദിച്ച കാര്യം വളരെ പേഴ്സണൽ ആണെന്ന് കൂടി ആ ഒരു റിപ്പോർട്ടറെ ഓർമ്മിപ്പിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ. എനിക്കിഷ്ടമുള്ള ഞാൻ ജീവിക്കുക, എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യുന്നതേ കാണണമെന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചത്? അല്ല, ഞാൻ സിനിമ എങ്ങനെയാണ് കാണുന്നത്, ഞാൻ ജീവിതത്തെ എങ്ങനെ കാണുന്നത് നീ എനിക്ക് പഠിപ്പിച്ചോ? സിനിമ എന്റെ കാഴ്ചപ്പാടും ഞാൻ എന്റെ സിനിമ അപ്രോച്ച് ചെയ്യുന്നുള്ളത് ഉണ്ട്. നീ എങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്നത്? നീ കണ്ടുകൂടെ? അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് പ്രശ്നമില്ല. നീ ജീവിതം വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത്? അതേ സീരിയസ്നെസ്സോടെ ഞാൻ ജോലി ചെയ്യും. യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ വായിച്ചിട്ട് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് നീ എങ്ങനെ പറയുമെന്നുള്ളൊരു ചോദ്യവും ധ്യാൻ ശ്രീനിവാസൻ ഈ ഒരു റിപ്പോർട്ടറോട് ചോദിക്കുന്നുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണ് നീ അത് പറഞ്ഞത്? അതിന് പ്രൂഫ് ഉണ്ടോ എന്നാണ് ധ്യാൻ ചോദിക്കുന്നത്. നിനക്ക് സിനിമയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അറിയില്ലെങ്കിൽ നീ മിണ്ടരുത്. ഒഫൻസീവായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക എന്നുള്ള ഒരു താക്കീത് കൂടിയാണ് ധ്യാൻ ശ്രീനിവാസൻ ഈ ഒരു റിപ്പോർട്ടർക്ക്. ആൾക്കാർ വെറുപ്പിക്കാത്തത് കൊണ്ടാണ് തനിക്ക് ഇത്രത്തോളം സിനിമയെന്ന് കൂടി ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട്. ആരെയും വെറുപ്പിക്കാതിരിക്കുക, അത്തരം ചോദ്യങ്ങൾ ചോദിക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ധ്യാൻ തന്റെ മറുപടി അവസാനിപ്പിക്കുന്നത്. അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക. എടാ, എന്തുകൊണ്ടാണ് എനിക്ക് സിനിമ പറയുന്നത്? ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക, വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ വെറുപ്പിക്കരുത്. ഇത് വേണ്ടത് തെറ്റ് പഠനം ഒന്നുമല്ല.
അച്ചടക്കം, മര്യാദ, എവിടെ എന്ത് സംസാരിക്കണമെങ്കിലും വെറുപ്പിക്കാതിരിക്കും. ഏതായാലും ധ്യാൻ ശ്രീനിവാസിന്റെ ഇതുവരെ കാണാത്തൊരു മുഖമാണ് ഈ ഒരു അഭിമുഖത്തിലൂടെ ആരാധകരും പ്രേക്ഷകരും കണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഏതായാലും ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ എന്ന നടനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെലക്റ്റീവ് ആകാതെ മലയാളത്തിൽ നിരന്തരമായി സിനിമകൾ ചെയ്യുന്ന നടന്മാരിൽ ഒരാളാണ് ധ്യാൻ ശ്രീനിവാസൻ. തനിക്ക് മുന്നിൽ വരുന്ന സിനിമകളെല്ലാം തന്നെ നടൻ ചെയ്യാറുമുണ്ട്. എന്നാൽ പക്ഷെ അവയിൽ ഭൂരിഭാഗവും തിയേറ്ററിൽ അധിക ദിവസം തികയ്ക്കാറുമില്ല. എന്നിരുന്നാൽ പോലും സിനിമയിൽ നിന്ന് പിന്നോട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.